കൂടെ എടുത്തോണ്ട് വന്നതാ ഇപ്പൊ. ചേച്ചി കൂടെ കൊണ്ട് മഴത്ത് നിൽക്കുന്നത് രസമില്ല. നേരിട്ട് തലയിലേക്ക് ആ മഴ ഇങ്ങ് വരണം. അതാണ് അതിനൊരു വൈബ്. ഓ ആ ഇനി അവസാനം അമ്മ വരുമ്പോ ചേച്ചി പറഞ്ഞിട്ട് അമ്മയെ കൂടെ എടുക്കാത്തെന്ന് പറഞ്ഞാലുണ്ടല്ലോ, രണ്ടിനെ വാ അടിച്ച് പൊളിക്കും ഞാൻ. ഇല്ല ചേച്ചി, ഞങ്ങൾ ചതിക്കില്ല. പറയുന്നത് അനുവായതുകൊണ്ട് എനിക്ക് സംശയമുണ്ട്. ചേച്ചിക്ക് എന്നെ വിശ്വാസമല്ലേ? ഞങ്ങൾ പറയില്ല. പറയുന്നത് പാറുമായതുകൊണ്ടും എനിക്ക് വിശ്വാസമില്ല. എന്താ ചേച്ചി ഇത്? ചേച്ചിക്ക് എന്താ ഞങ്ങളെ വിശ്വാസമില്ലാത്തോണ്ട്? ഓ ഈ ചേച്ചിയുടെ ഒരു കാര്യം ഞങ്ങൾ ഒന്ന് ഇറങ്ങിക്കോട്ടെ ചേച്ചി. ഇങ്ങനെ മുടക്ക് വെക്കില്ലേ? എങ്ങനെ ഇറങ്ങാൻ എന്തായാലും എനിക്കൊരു പ്രശ്നമില്ല. ഇനി പനി വന്ന് അകത്ത് കിടക്കുമ്പോ ചേച്ചി ഇറക്കിയതാ മഴയിലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ, എന്നൊക്കെ എനിക്ക് കിട്ടും. നിങ്ങൾക്ക് ഒരു 1.5 അടിയായിരിക്കും എനിക്ക് അതിന് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? കൊള്ളാം വൈബന്നെ. മഴ 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 വന്നാൽ പറ്റിക്കൂടാ. ഇപ്പൊ പ്രേതപ്പേടൊക്കെ പോയില്ലേ? ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, മഴയൊന്ന് ആസ്വദിച്ചോട്ടെ. എടാ മോനെ, ഏതാ മഴ? കുട്ടികൾ നിറഞ്ഞു അതിലൊരു തവള. അതാരാ? നീയാണോടി പാക്കർ എന്ന് പറഞ്ഞു? അല്ല ചേച്ചിയാണോ? അല്ലല്ലോ, ഞാനാ. അയ്യോ അമ്മ, അമ്മേ വാ നമുക്ക് മഴയത്ത് കളിക്കാം. ഒന്ന് പോയിക്കോ അവിടുന്ന്. ഞാൻ ഇപ്പൊ വടി കൊണ്ട് വരാൻ പോവാ. എല്ലാത്തിനും ഞാൻ കാണിച്ചു. അമ്മേ ഞാൻ ഇവിടെ കൂടെ കൊണ്ട് നിൽക്കുന്നത്. നീ ആയിരിക്കും കുട്ടികളൊക്കെ മഴയിലേക്ക് വിളിച്ചത്. ഞാൻ കേട്ടതാലോ. ആരോ പറഞ്ഞൊക്കെ വിളിക്കുന്നത്. അത് ശരിയാവില്ലമ്മേ. ചേച്ചിയാ ഞങ്ങൾ രണ്ടുപേരെയും മഴയിലോട്ട് വലിച്ചിറക്കി വിട്ടത്. വിളിച്ച് ഞാൻ നിങ്ങളോട് മഴയിൽ ഇറങ്ങുമ്പോ തന്നെ എന്താ പറഞ്ഞത്? എന്നെ ഉപദ്രവിക്കരുത്, അവിടെ ഒറ്റയ്ക്ക് മഴത്ത് കളിച്ചോണെന്നല്ലേ പറഞ്ഞത്. എന്ത് വാനോ ഇത്? ഞാൻ ഇപ്പൊ വരാം. അമ്മ ഈ ചട്ടി കിടന്ന് കരയുന്നുണ്ടാവും. നോക്കട്ടെ, അത് കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ട്. എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. എന്തൊരു സ്വഭാവമാണ് നിങ്ങളുടെ? എന്താ നിങ്ങളുടെ സ്വഭാവത്തിന് ഇത്ര ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല. മാണിക്കക്കല്ല് പോലെ ഇരിക്കുന്നുണ്ട് ആ ഹൃദയം. ഉദക്ക് വെച്ചേക്ക്. ഒന്ന് പോരോ. നിങ്ങളോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാ മഴയത്ത് ഇറങ്ങണ്ടെന്ന്. എന്നിട്ട് ഇറങ്ങി എന്നെ പറഞ്ഞോ? അതല്ലെങ്കിൽ ഞാൻ ചേച്ചി മുത്തല്ലേ? വാ പാറു, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ നിന്നാലേ വല്യമ്മയുടെ കയ്യിൽ കിട്ടാനൊക്കെ കിട്ടും. നടക്കേ. അതെ, അമ്മ ചേച്ചിയെ മാത്രം പൊടിച്ചോട്ടെ. നമുക്ക് പെട്ടെന്ന് വരുന്നു പോവാം. ഓക്കേ. കോപ്പ് 2 രക്ഷപ്പെട്ട്. അല്ലെങ്കിലും ഇവരൊക്കെ പെട്ടെന്ന് രക്ഷപ്പെടും. എനിക്കാണല്ലോ ഇവിടെ വഴക്കു ചീത്തയൊക്കെ കിട്ടുന്നത്. ഇപ്പൊ വരും അമ്മ. ടൈമിങ്. ഇപ്പൊ എന്നെ വഴക്ക് പറയും. ദേവു, നീയാണ് ഈ പ്രശ്നത്തിലൊക്കെ കാരണം. നീയാണ് കുട്ടികളെ പുറത്തേക്ക് ഇറക്കിയത്. നിന്നെയാണ് ആരും തല്ലേണ്ടത്. നീ അവിടെ നിൽക്കേ. നിനക്കുള്ള ഞാൻ വലിയ എസ്കേപ്പ് ആവാം. അല്ലെങ്കിൽ ഇപ്പൊ കിട്ടും. അമ്മ ഞാൻ കുഞ്ഞുമ്പത്തന്നെ വിട്ടു പോവാ. അവൾ പോയല്ലോ. രണ്ടും കൂടെ അവിടെ കിടന്ന് ഓടുന്നു. എല്ലാത്തിനും കാണിച്ചു തരാം. എല്ലാം തിരിച്ച് ഇങ്ങോട്ട് തന്നെയല്ലേ വരാനുള്ളത്. നീ എല്ലാത്തിനും ഒന്നായി കാണിച്ചു തരാം. അവിടെ നിൽക്ക്, ഞാൻ കൂടെ എടുത്ത് വരാം. നിങ്ങൾ രണ്ടുപേരും ഞാൻ ഇന്ന് പിടിക്കും. ഇവിടെ ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല. എന്തൊക്കെയായിരുന്നു രാവിലെ? പ്രേതം, തേങ്ങ, മാങ്ങ, ഒലക്ക. ഒന്നുമില്ലായിരുന്നു. ഇപ്പൊ പ്രേതമില്ല, ആരുമില്ല, ഒന്നുമില്ല, പേരുമില്ല. സ്വാമിയെ ജപിക്കാൻ ഏൽപ്പിച്ച് ഞാനായി വണ്ടി. അവിടെ നിൽക്ക്, ഞാൻ ഇത് വരുന്ന അടുക്കള വഴി. വല്യമ്മേ, ഞങ്ങൾ പിടിക്കാനാവില്ല. ഞാൻ പിടിച്ച് കാണിച്ചു തരാം പാർക്കുട്ടി. അപ്പൊ നിനക്ക് മനസ്സിലാവും. ഇങ്ങോട്ടല്ലേ നിങ്ങൾ കയറി വരാനുള്ളത്? ഞാൻ രണ്ടുപേരെയും കാണിച്ചു തരാട്ടോ. കൂടെ നിങ്ങളുടെ ദേവുനെ. ദേവു ചേച്ചി, എല്ലാത്തിനും കാരണം ഞങ്ങളല്ലേ? അല്ല, ഞങ്ങൾക്ക് അങ്ങനെ സ്വഭാവമില്ല. ഞങ്ങൾ പോയില്ലേ? എന്റെ ദൈവമേ, എല്ലാ കൊച്ചുങ്ങളെയും കൂടെ നോക്കി എനിക്ക് മടുത്തു. പാറു ചേച്ചിക്ക് നല്ല അടി കിട്ടി കാണുമല്ലേ? പിന്നെ അല്ല, അല്ലമ്മയുടെ ദേഷ്യം മുഴുവനെ ചേച്ചിയുടെ ദേഹത്ത് തീർത്ത് കാണും. ആ കാര്യം ഉറപ്പാ. ഇങ്ങോട്ട് നോക്ക്. എന്താടി അവിടെ? ഞാൻ നിന്നെ പറ്റിച്ചതാ. എത്ര നാളായിടി മഴയൊന്ന് കൊണ്ടിട്ട്? അല്ലേടി? ശരിയാ, എത്ര നാളായി വെച്ചിട്ടാ നമ്മൾ മഴയൊക്കെ ഒന്ന് കൊണ്ടിട്ട്. ഈ മഴ ശരിക്കും കൊള്ളാൻ പാടില്ലെന്നാ. ഈ മഴ കൊണ്ടാ എനിക്ക് അസുഖമൊക്കെ വരുന്നത് വല്യമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ അമ്മ അങ്ങനെ പലതും പറയും. അത് നീ വിശ്വസിച്ചാക്കുന്നതാ. അഥവാ ഇനി പനി വന്നാൽ എന്ത് ചെയ്യടി? ഒരു തേങ്ങ സംഭവിക്കാൻ പോകുന്നില്ല. ഒരു പനിയും വരത്തൂല്ല. പിന്നെ എടി, ഈ സന്തോഷങ്ങൾക്കിടയിലും ഇന്നലെ കണ്ട പ്രേതം അതെന്റെ കണ്ണിന് പോയിട്ടേ ഇല്ല. അതൊക്കെ ഇപ്പൊ നീ വിട്ടതാ. നമുക്കിപ്പോ മഴയിൽ എൻജോയ് ചെയ്യാം. എന്തായാലും ഗോസ്റ്റ് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് ശരിയാ, നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മളിനി പേടിക്കണ്ട അല്ലേ? ചെയ്തിട്ടില്ലെങ്കിൽ ഗോസ്റ്റ് അല്ലേ? അത് ശരിയാ. ചിലപ്പോ തിരിച്ചു പോയി കാണും ഓജോ ബോർഡിലേക്ക് തന്നെ. പോയിട്ടുണ്ടാവില്ലേ? അങ്ങനെ പോവോ? ആർക്കറിയാം. ഈ അമ്മയ്ക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? ചെറിയവരെന്ത് ചെയ്താലും എല്ലാം എന്റെ തലയ്ക്ക്. എന്നാ പിന്നെ അത് നല്ല ചെയ്താലോ അതിന്റെ ഒരു ക്രെഡിറ്റ് മേടിക്കില്ല. എന്റെ തലവിധി. ഞാൻ നിങ്ങളോട് വരാൻ നിൽക്കായിരുന്നു. എന്ത് പറ്റി ദേവ ചേച്ചിയെ? ഒന്നുമില്ലടാ, വെറുതെ കുഞ്ഞുമത്താനെ കാണാനൊരു പൂതി. എന്റെ സങ്കടങ്ങളൊക്കെ കുഞ്ഞുമത്താനോട് പറഞ്ഞാലെങ്കിലും ആ മനസ്സിന് മനസ്സിലാവും. എന്നോട് പറഞ്ഞോളെ, നിങ്ങൾ സങ്കടക്ക് വേഗം മനസ്സിലാവും ചേച്ചി. പറയാൻ പറ്റൊരു മുതൽ. എന്തൊക്കെ പറഞ്ഞത്? ഒന്നുമില്ല ഡോസ്മാനെ. ആ പാറു അനു വെക്കണ്ട അവിടെ മഴ കളിക്കുന്നു. ആ പാച്ചനെ കൊണ്ട് പോയിക്കോ. നിങ്ങളെല്ലാരും എൻജോയ് ചെയ്യും. അപ്പൊ നിങ്ങളെ കാലമല്ലേ? ചേച്ചി ഭയങ്കര സങ്കടത്തിലാട്ടോ. പാവാണ്. എന്തൊക്കെയോ കുട്ടിക്ക് സങ്കടം ഉണ്ട്. ഒന്നാമത്തെ സങ്കടം ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിട്ടില്ല. അതാണ് എന്റെ പ്രശ്നം. അതെന്താ? പ്രേതാണത്രേ. പാത്തോണ്ടത്തില്ലേ? പറഞ്ഞില്ല. പറഞ്ഞു എന്നോട് കൊറേ പറഞ്ഞു പഠിപ്പിച്ചു. ഞാൻ ഉണ്ടാക്കി കേട്ട് പേടിക്കണു. ഞാൻ കേട്ട പാലും പേടിച്ചിട്ടാ. പിന്നെ അങ്ങനെ വിട്ട്. പിന്നെ ഓടി തുറന്ന് തള്ളല് ചെയ്യുള്ളൂ വിചാരിച്ചാണ്. പിന്നെന്താ? ഇങ്ങളവിടെ നിങ്ങൾ പ്രാർത്ഥന കണ്ടില്ല? ഞാനവിടെ പ്രാർത്ഥന മൺതാപ്പിനെ ഒന്നിനെയും കണ്ടില്ലടോ. കണ്ടത് മൊത്തം അവരാ. ഞാനൊന്നോ കണ്ടത്. ഒന്നാമതേ എന്റെ മൂഡ് ഇന്നലെ പോയതാ. എന്റെ ഉറക്കം കഴിഞ്ഞു. ഉറക്കം എന്ന് പറയുന്നത് എന്റെ ലൈഫ് ഏറ്റവും നല്ലൊരു പാർട്ടാണ്. ആണേ എന്താ നിങ്ങൾ ഉറക്കം വരെ പോയല്ലേ? ഇനി പാത്തോന് പങ്കുണ്ട്. പാത്തോന് പങ്ക് ഞാൻ ക്ഷമ ചോദിച്ചു. എന്തിനാ പാത്തു? എനിക്കുണ്ടല്ലോ ഒരു വിത്ത്. അവിടെ തന്നെ മതി. പിന്നെ അവളുടെ അത് സ്വഭാവമുള്ള ബാക്കി 3 പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്റെ ചേച്ചി ഞാൻ സൈക്കിളിൽ പാത്തു.
ഭാഗ്യം ഒട്ടും കുറവൊന്നുമില്ല. വെറുതെ അവർക്ക് പറ്റാത്ത നിങ്ങളെ പാറ വെച്ച് കണ്ടൊരു സാധനമാണ്. ഇങ്ങനെ അവർക്ക് പറ്റലേ എന്നാ പിന്നോടെ പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ ഇങ്ങനെ ചൂടായിക്കാണ്ട് ഒരാളായിട്ടാണ് നിങ്ങൾ ആർക്കും ഇഷ്ടയാത്തത്. നിങ്ങളിപ്പോ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മൂന്ന് കയറ്റി കണ്ട് നടക്കണോ? ഒരു പ്രായത്തിന് നിങ്ങൾ കല്യാണം ചിലപ്പോൾ നിങ്ങൾ കാണാത്തേക്കാരം. അതിനിപ്പോ നിങ്ങൾ ഇങ്ങനെ വേജാറായി നടക്കണെന്ന് ഞാൻ ആലോചിക്കണേ. എത്തപ്പോ നിങ്ങളൊരു കഥേ നീയാണ് എന്റെ സങ്കടം ചോദിച്ചു വന്നത്. ഇപ്പൊ നീ എന്നെ സങ്കടപ്പെടുത്തല്ലേ? ഇതാ ഞാൻ പറഞ്ഞത് ലോകത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ലെന്ന്. പാവം നല്ല മനസ്സുള്ള എന്റെ കുഞ്ഞുമത്തൊക്കെ മാത്രമേ എന്നെ മനസ്സിലാവുള്ളൂ. നിനക്കും നിന്നെ മനസ്സിലാവില്ലടാ, നിനക്കും നിന്നെ മനസ്സിലാവില്ല. ഇപ്പോ മോനെ ദിനേശ് എന്താ ചേച്ചി വല്ല സിനിമ എടാ മോനെ എനിക്ക് കിട്ടും. ആവേശം കണ്ട ആവേശം നിങ്ങൾക്ക് എപ്പോഴും മാറിയിട്ട് അതാണ് നിങ്ങളെ പ്രശ്നം. ഇപ്പോൾ എനിക്കൊക്കെ മനസ്സിലായി. ഇപ്പൊ എനിക്ക് അന്നോട് ഏറ്റവും വലിയ കൽപ്പുള്ളത് എന്നെ കൂടെ ചേപ്പിക്കണ്ട കൊള്ളത്തിന്റെ തലക്കൊന്നും തിരിഞ്ഞാണ് പെട്ടെന്ന് പോയിക്കോ. മോനെ എന്റെ വീട്ടിൽ പോയിക്കോ. എന്റെ കണ്ടുപിടിച്ച് പോയിക്കോ. എന്റെ വീട്ടിൽ പോയിക്കോളാം. പോയിക്കോ മോനെ. ഞാൻ പോവണേ നിങ്ങൾ വേച്ചാറാവില്ലേ? പോവണേ പറയുന്നത് പോയിക്കൂടെ? നിങ്ങളൊക്കെ ചൂടാവണം. നിങ്ങൾ ആളെ തീരെ ശരിയില്ല കേട്ടോ. ഞാൻ ആളെ ശരിയില്ലെങ്കിൽ എനിക്ക് എന്താ ഒന്നുമില്ലേ.